കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമേ, എന്നു ചേരുമേ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ, രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. 1990 ഡിസംബർ 27 താൻ വിവാഹിതനായി. 2 മക്കളെ ദൈവം ദാനമായി നൽകി. 2002 താൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. സ്നാനപ്പെട്ടു. തുടർന്ന് 2014 മുതൽ പാറശാല ജഗുവാനിസി എസ്എംബി സഭയിൽ അവർ സജീവാംഗമായി വന്നു ചേർന്നു. അപ്പോൾ അവരോട് അടുത്തുള്ള ആലയത്തിൽ തന്നെ പോകണമെന്ന് പറഞ്ഞപ്പോഴും അവർ ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ആരാധിക്കും. എന്നിട്ട് അവിടെ സഹോദരൻ മനോഹരൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇനി ഞങ്ങളുടെ അടക്കം നടത്തുന്നത് ആ ചർച്ചിലെ ശുശ്രൂഷകർ ആയിരിക്കണമെന്ന്. അത്രയും ദൃഢമായി താൻ ആ കാര്യങ്ങൾ പറഞ്ഞു. അതിനെ തുടർന്ന് താൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താൻ ഒത്തിരി ബലഹീനതയുള്ള വ്യക്തിയാണ്. 2 വർഷങ്ങൾക്ക് മുൻപേ തോന്നുന്നു തന്നെ ശ്വാസകോശസംബന്ധമായ രോഗം, ഹാർട്ട് പ്രശ്നം, ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്നു. ശ്വസിക്കുവാൻ കഴിയാതെ വേദനപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോഴും ദൈവകൃപയാൽ പ്രാർത്ഥന ചികിത്സയൊക്കെ ദൈവം അംഗീകരിച്ച് ആയുസ്സിനെ നീട്ടിക്കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ മാസം 14-ാം തീയതി രാത്രി 11 മണിക്ക് താൻ പ്രത്യാശ വച്ചിരുന്ന നിത്യരാജ്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. ഇതിന് മുൻപേ മകളുടെ വിവാഹം, മകന്റെ വിവാഹം, ദൈവം അവർക്ക് ദാനമായി കൊടുത്ത അനുഗ്രഹം, മകൾക്ക് ദാനമായി കൊടുത്ത അനുഗ്രഹമൊക്കെ അവർ കണ്ട് ദൈവത്തെ സ്തുതിച്ചു. സഹോദരി റാണിയും അവിടെ പോയി അവരോടുകൂടെ പാർക്കണമെന്ന് താല്പര്യപ്പെട്ടു. പോയി, അടുത്ത ലീവിന് വന്നു. പിന്നെയും കഴിഞ്ഞ സമയത്ത് കടന്നു പോകുവാനിടയായി. എന്തായാലും ഇത്രയും വർഷങ്ങൾ വിദേശത്ത് ജോലി ചെയ്തിട്ട് അവർ കുടുംബമായി കുറെ കാലം അവിടെ പാർക്കുവാൻ ദൈവം ഇടയാക്കിയത് സന്തോഷമാണ്. തൻ്റെ ആ ബലഹീന കാലത്തും ആ സഹോദരി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ അസുഖം വന്ന് ഹോസ്പിറ്റലിലാക്കിയപ്പോൾ അത് മുതൽ എന്നെ വിളിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും വിവരങ്ങൾ വോയിസ് മെസ്സേജിലൂടെയെങ്കിലും അറിയുമായിരുന്നു. പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ മരണവാർത്ത അവരറിയുന്നതിന് മുൻപേ ഞാൻ അറിഞ്ഞുവെങ്കിലും അവരെ വിളിച്ച് ഏത് തന്നാലും ദൈവം നന്മയ്ക്കായി ചെയ്യും, ധൈര്യപ്പെടുവാനുള്ള വാക്കുകൾ പറഞ്ഞു. അതിനെ തുടർന്ന് അവർക്കത് മനസ്സിലായി. എങ്കിലും അവർ ഒറ്റയ്ക്ക് അവിടെ ഉള്ളപ്പോൾ എന്തു ചെയ്യും? വളരെ വ്യാകുലം മനസ്സിലുണ്ടായിരുന്നു. ശക്തമായി പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ അവർ പോയി ആരാധിച്ചു കൊണ്ടിരുന്ന സഭയുടെ പാസ്റ്റർ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് വളരെ എൻ്റെ നോട്ടത്തിൽ രാപ്പകൽ അതിനു വേണ്ടി അധ്വാനിച്ച്
എല്ലാ കാര്യങ്ങളും ഇത്രയും വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി. അവരും വിളിച്ചു പറഞ്ഞു, ആശുപത്രിയിലായിരുന്നപ്പോൾ തന്നെ 20-ാം തീയതി വീസ തീരുന്നു, അടുത്തെന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ കൃപയാൽ അതിൻ്റെ സമയം തീരുന്നതിന് മുൻപേ അവർക്ക് അവിടെ നിന്ന് മടങ്ങി വരുവാനിടയായി. ഇന്ന് ഇവിടെ തന്നെ വെച്ച് നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് ഏത് വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അവരാദ്യം കോവിഡ് എന്ന് പറയും. മെയിൻ ടെസ്റ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളതറിയാനൊക്കൂ. കൃപയാൽ ആ രോഗം തന്നെ ബാധിക്കാതെ താൻ വിടുതൽ പ്രാപിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ഈ നിലയിൽ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ഇടയാക്കിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഇതുപോലൊരു ശുശ്രൂഷ പോലും ലഭിക്കാതെ നഷ്ടപ്പെടുന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഈ അവസരം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ആ സമയം തന്നെ താൻ ബലഹീനനായി പോകുമോ, വീണു പോകുമോ, ഒറ്റയ്ക്ക് വീട്ടിലായിരുന്നപ്പോൾ ദൈവം സഹോദര റാണിയെ ബലപ്പെടുത്തി, നമ്മെ ധൈര്യം നൽകി. അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ദൈവത്തിങ്കലുള്ള ആശ്രയമാണ് അവരെ ബലപ്പെടുത്തി നിർത്തിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. അവർ എവിടെ ആയിരിക്കുന്നു എന്നതും ഭാവി പ്രത്യാശയും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസവും ധൈര്യവും അവർക്ക് നൽകിയത് ദൈവം അവർക്ക് കൊടുത്ത പ്രത്യാശ. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ AG സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഒരു പാസ്റ്റർ രാജേഷ്, അദ്ദേഹം തുടർന്ന് ചില അനുശോചന വാക്കുകൾ പ്രസ്താവിക്കുന്നതാണ്. പ്രത്യാശ നിറഞ്ഞ ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ മനോജ് ബാംഗ്ലൂരിലായിരിക്കുന്ന ചർച്ചിൻ്റെ ഭാഷണം എന്ന നിലയിലാണ് ഇന്ന് പകൽക്കാലം ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രാവശ്യം മനോജ് ഒക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഫേബയുമായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രിയ പിതാവ് ഞങ്ങളുടെ അവിടെ കടന്നു വരികയും ഏകദേശം ഞങ്ങൾക്കൊരു 2-2.5 മണിക്കൂറോളം ഭവനത്തിലിരുന്ന് അനേക കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ദൈവമാകുന്ന കർത്താവ് സഹായിച്ചു. വളരെ എന്താ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏറ്റവും കൂടുതൽ ഈ പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മനോജിൽ ഞാൻ കാണുന്നു, അതായത് എല്ലാവരിലും കാണുന്ന ഒരു ഫലമുണ്ട്, അത് ഞാൻ മനോജിൽ കാണുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. സാധാരണഗതിയിൽ ആൺകുഞ്ഞുങ്ങളുള്ളവരെല്ലാം പിതാക്കന്മാർക്കൊരു കൈത്താങ്ങലാകണമെന്ന് വിചാരിച്ചുകൊണ്ട് സെക്യുലറായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിലോട്ടൊക്കെ അയക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആൺതരിയെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഈ മാതാപിതാക്കൾ കാണിച്ച പ്രചോദനത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കോവിഡ് നെഗറ്റീവായെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി കർത്താവിൽ സന്തോഷിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവിൻ്റെ തക്ക സമയമായപ്പോൾ പ്രിയ പിതാവിനെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിന് ഹിതമായി. എന്നാൽ ഇന്ന് പകൽക്കാലം ക്ഷയമുള്ള ഈ ശരീരം നമ്മൾ ഈ മണ്ണിൽ ദഹിപ്പിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അക്ഷയമാകുന്ന ഒരു ശരീരത്തിൽ ഈ പിതാവ് ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ബലം. വിശേഷാൽ വാത്സല്യ മാതാവിനെ ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ പറയുന്നു. പീറ്റർ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇത്ര ധൈര്യത്തോടെ, ഇത്ര ബലത്തോടെ, കർത്താവ് കൊടുത്ത ആശ്വാസത്തോടെ ഇത്രയും സമയം സാക്ഷ്യം പറയുവാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ. മനോജിനെ, ഫേബ, അതുപോലെ തന്നെ മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരോടും ബാംഗ്ലൂർ എക്ലീസിയ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നാമത്തിലും എൻ്റെ വ്യക്തിപരമാകുന്ന നാമത്തിലും കുടുംബത്തിൻ്റെ നാമത്തിലും നിങ്ങളുടെ സങ്കടത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവമാകുന്ന കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അതേ പ്രിയരെ, ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 15-ാം വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അടുത്ത 2 വാക്യങ്ങൾ. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്ത, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, മരണം ഏവർക്കും ദൈവ നിയമിതമാണ്. തിരുവചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മരിക്കുവാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്നെന്നും ദൈവത്തോട് കൂടെ ജീവിച്ചിരുന്ന് ദൈവത്തെ സ്തുതിപ്പാനാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത്. എന്നാൽ പാപത്താൽ മരണം വന്നു. എങ്കിലും ഒരു കാര്യം നാം അറിയണം, മനുഷ്യനെ ദൈവം നിത്യജീവനോടെ സൃഷ്ടിച്ചു. പാപമുഖാന്തരം നിത്യജീവൻ നഷ്ടപ്പെട്ടു. അവൻ നിത്യ മരണത്തിനടിമയായി തീർന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു സത്യമാണ്, നിത്യ മരണത്തിനടിമയായി തീർന്നു. എന്നാൽ ദൈവം മനുഷ്യനെ ദൈവത്തോട് കൂടെ എന്നും വാഴേണ്ടതിന് സൃഷ്ടിച്ചുവെങ്കിൽ, അത് ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ അത് നിറവേറും നിശ്ചയം. ഹല്ലേലൂയ. അതിനുവേണ്ടി മനുഷ്യന് നഷ്ടപ്പെട്ട നിത്യജീവൻ മനുഷ്യന് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അതാണ് യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ മനുഷ്യൻ ഇന്ന് നിത്യമരണത്തിന് അടിമയായിരിക്കുമ്പോൾ ആ നിത്യമരണത്തെ മാറ്റി ആ നിത്യജീവനെ മനുഷ്യന് തിരിച്ചു നൽകുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണം ക്രൂശിൽ യേശു ഏറ്റെടുത്ത ശേഷം, അതെ, നാം ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആ നിത്യജീവന് നാം അവകാശികളായി തീർന്നു. അങ്ങനെ നിത്യജീവനെ പ്രാപിച്ച ഏവർക്കും അവർ ഈ ലോകത്തിൽ നിന്ന് മരിക്കുമോ? അതെ, ആ മരണത്തിനൊരു വിശേഷതയുണ്ട്. യേശു പറഞ്ഞത് പോലെ അതൊരു ഉറക്കം പോലെ അത്രേ. അവരിവിടെ ഉറങ്ങുന്നു, നിത്യതയിൽ കർത്താവിന്റെ സന്നിധിയിൽ ഉണരുന്നു. ഹല്ലേലൂയ. മരണം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, അതെ, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീങ്ങുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 14:10 പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകും, മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഹല്ലേലൂയ. ഈ ശരീരത്തിൽ നിന്ന് പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഇനിയും ക്രിസ്തീയ പ്രത്യാശയിൽ ഈ വചനത്തെ ഒന്നുകൂടെ നാം ചിന്തിച്ചാൽ 2 കൊരിന്ത്യർ 5-ാം ആരംഭവാക്യങ്ങളിൽ വായിക്കുമ്പോൾ, കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യവീട് സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ട്. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ. ഹല്ലേലൂയ. സഹോദരൻ മനോഹരന് ഇത് തന്നെയായിരുന്നു പ്രത്യാശ. എന്ന് ഇവിടെ വാഴാൻ പറ്റില്ല, ഈ ഭൗമ ശരീരത്തെ ഞാൻ വിട്ടുപിരിയും. പക്ഷേ അവിടെ തന്നെ അതേ 2 കൊരിന്ത്യർ 5-ാം തന്നെ പറയുന്നു, ഈ ശരീരത്തിൽ നിന്ന് കുടിയിറങ്ങുവാനും കർത്താവിന്റെ സന്നിധിയിൽ കുടിയിരിക്കുവാനും ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ഈ ശരീരം മൺമയമാണ്, ഈ ശരീരം ശാപം നിറഞ്ഞതാണ്, ഈ ശരീരം രോഗം നിറഞ്ഞതാണ്, ഈ ശരീരം കണ്ണുനീരും കഷ്ടതയും തരുന്നതാണ്. ഇതിൽ നിന്നൊന്ന് കുടിയിറങ്ങി കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത ഒന്നിലേക്ക് കുടികയറുവാനാണ് ക്രിസ്തീയ പ്രത്യാശ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 14-ാം തീയതി രാത്രി 11 മണിയായപ്പോൾ, ആമേൻ, ഈ പ്രിയ സഹോദരൻ മനോഹരൻ താൻ ആ നിത്യജീവനെ പ്രാപിച്ച വ്യക്തിയായതുകൊണ്ട്, ഹല്ലേലൂയ, വിശേഷമായി ശ്രദ്ധിക്കണം. ആ നിത്യജീവനെ തിരികെ പ്രാപിച്ച വ്യക്തിയായതുകൊണ്ട് താൻ ഈ ലോകം വിട്ട് കർത്താവ്
കർത്താവിന്റെ സന്നിധിയിൽ കുടിയേറി പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയില്ലാത്ത നാട്ടിൽ, കണ്ണുനീരില്ലാത്ത വീട്ടിൽ താൻ പറന്നുപോയി. താൻ അവിടെ സന്തോഷിക്കുമ്പോൾ, ഇവിടെ സഹോദരിയുടെ സാക്ഷി കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി താൻ മരിക്കും മുമ്പേ തനക്ക് വ്യക്തമായി അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ മകനോട് താൻ പോകും മുമ്പ് പറഞ്ഞിട്ട് പോയി, ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്ന വിധത്തിൽ അടക്കണം എന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം താൻ വിദേശത്തേക്ക് പോയത്. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടുന്ന് ആമേൻ താൻ മറ്റൊരു രാജ്യത്തിലേക്ക് പറന്നുപോയി. എന്നാൽ അവിടുന്ന് താൻ പ്രത്യാശ വെച്ച സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിലേക്ക് താൻ പറന്നുപോയി. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇപ്പോൾ സഹോദരൻ മനോഹരൻ ഇവിടെ ഇല്ല. താൻ ദൈവം എടുത്തുകൊണ്ടതിനാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാതെയായി കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 14:13 പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. രാത്രി പകലായി ആമേൻ വിശ്രമം കൂടാതെ വേല ചെയ്യുകയും അതോടുകൂടെ ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അറിഞ്ഞിട്ട് ആ നിത്യജീവനെ സ്വന്തമാക്കുകയും ചെയ്ത സഹോദരൻ ഈ ലോകത്തിൽ വിശ്രമമില്ലാതെ വേല ചെയ്തു എങ്കിൽ വിശ്രമ നാട്ടിലേക്ക് താൻ ഒരു ഭാഗ്യ മരണത്തിലൂടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഭാഗ്യമരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, വേദപുസ്തകം പറയുന്നത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പാപത്തിൽ മരിക്കുന്നവർ ഭാഗ്യമരണമല്ല, ക്രിസ്തു യേശുവിലുള്ള മരണമാണ് ഭാഗ്യമരണം. ആമേൻ. അതിന് തമിഴിൽ പറയുമ്പോൾ ക്രിസ്തുവുക്കുൾ മരിക്കുന്നവர்கள். ഹല്ലേലൂയ. എന്തുകൊണ്ട്? 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ തമിഴിൽ പറയുന്നു ക്രിസ്തുവുക്കുൾ നിദ്രയടയുന്നവர்கள். ആമേൻ. മുതലാവതി എഴുന്നേൽപ്പാர்கள். അതെ, ജീവനോടെ നോക്കിയിരിക്കുന്ന നമ്മെക്കാൾ ആമേൻ ആദ്യം ആമേൻ എഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ. ഹല്ലേലൂയ. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും, ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അതെ, ക്രിസ്തീയ പ്രത്യാശ അതാണ്. ശവക്കുടി കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ പ്രത്യാശ. മരണം എല്ലാവർക്കുമുണ്ട്. ദുഷ്ടന്മാരും മരിക്കും, നീതിമാന്മാരും മരിക്കും. ദുഷ്ടന്മാരുടെ മരണത്തിനും നീതിമാന്മാരുടെ മരണത്തിനും വ്യത്യാസമുണ്ട്. അതിന് നമ്മൾ വേദപുസ്തകത്തിൽ എല്ലാവർക്കും ആമേൻ അറിയാവുന്ന ഒരു ചരിത്രം പരിശോധിച്ചാൽ മതി. ഒരു ധനവാന്റെ വീട്, ആ വീട്ടിന്റെ പടിപ്പുരയ്ക്കൽ ഒരു ദരിദ്രൻ ഉണ്ടായിരുന്നു, ലാസർ. ആ ദരിദ്രനായ ലാസർ ദൈവഭക്തൻ. ഈ വീട്ടിൽ പറയുവാൻ അവന് വീടില്ല, നാടില്ല, അവൻ ആരുമില്ല. പക്ഷേ അവൻ ദൈവഭക്തനായിരുന്നു. വേദപുസ്തകം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും പാസ്റ്റർ? അതെങ്ങനെ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ ഒന്നും വേണ്ട, ലൂക്കോസ് സുവിശേഷം 16:30 അത് വെളിപ്പെടുത്തും. കാരണം മാനസാന്തരമുള്ള അവൻ മരണസമയത്ത് 2 ദൂതന്മാർ വന്നു, സ്വാഗതം ചെയ്തു, സ്വർഗ്ഗോന്നതത്തിൽ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ചില കാലങ്ങൾ കഴിഞ്ഞു, ധനവാൻ മാനസാന്തരപ്പെട്ടില്ല, ധനവാനും മരിച്ചു. പക്ഷേ ദൂതന്മാർ സ്വാഗതം ചെയ്യാൻ ഉണ്ടായിട്ടില്ല. ആമേൻ. മരണദൂതൻ വന്നു, പിടിച്ചു ബന്ധിച്ചു, അടിയിലത്തെ പാതാളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ പാതാളത്തിൽ പോയി വേദന അനുഭവിക്കുന്നു, യാതന അനുഭവിക്കുന്നു. അപ്പോഴാണ് അവൻ വേദനയിൽ പുളയുമ്പോൾ മുകളിലോട്ടൊന്ന് നോക്കി. അപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ ശുഭ്രവസ്ത്രം ധരിച്ച് തേജോമയനായി ആ ലാസർ ഇരിക്കുന്ന കാഴ്ച കണ്ടു. അല്പസമാധാനം. എന്താണ് സമാധാനം? എന്റെ വീടിന്റെ പടിപ്പുരക്കൽ കിടന്നവനാണല്ലോ ഇവൻ. ആമേൻ. അവൻ ഒരു തുള്ളി വെള്ളം എന്റെ നാവിനെ തണുപ്പിക്കാൻ തരും എന്ന് ചിന്തിച്ചുകൊണ്ട് അബ്രഹാം പിതാവേ ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ച് ഒരു തുള്ളി വെള്ളം ആമേൻ അവന്റെ കൈ കൊണ്ട് തൊട്ട് എന്റെ നാവിനെ നനയ്ക്കണമേ. നോക്കൂ സഹോദരങ്ങളെ, നാട്ടിലായിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചാൽ ഏത് കളർ വെള്ളം വേണം കൊണ്ടുകൊടുക്കാൻ ദാസന്മാരുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേണ് കരയുന്ന ധനവാൻ. എന്നാൽ
അബ്രഹാം പിതാവ് പറഞ്ഞു, ഇവൻ അങ്ങോട്ട് വരാൻ പറ്റില്ല, നിനക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, രണ്ടുപേരുടെയും ഇടയിൽ ഒരു പിളർപ്പുണ്ട്. അപ്പോൾ പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഇതാണ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ എന്നെ പോലെയാണ്, അവർ ഇവിടെ വരാതിരിക്കേണ്ടതിന് ലാസറിനെ നാട്ടിലോട്ടൊന്ന് അയക്കണം. അപ്പോൾ പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരുടെ വാക്ക് വിശ്വസിക്കാത്തവർ മരിച്ചവർ പോയി പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയില്ല പിതാവേ, മരിച്ചവരിൽ ഒരുത്തൻ പോയി പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അതാണ് 30-ാം വാക്യം. മരിച്ചവരിൽ ഒരുത്തൻ പോയി പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അപ്പോൾ ഈ ധനവാൻ അറിയാം, താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മാനസാന്തരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടില്ല. അവന് നല്ല വീടുണ്ട്, നല്ല സുഖ സൗകര്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാം കാണും. മാനസാന്തരം ഇല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യമരണത്തിൽ കീഴടങ്ങാൻ പറ്റില്ല. ആമേൻ. അവൻ പറയുന്നു, ആമേൻ, ലാസർ മരിച്ചവരിൽ ഒരുത്തൻ പോയി പറഞ്ഞാൽ മാനസാന്തരപ്പെടും. അപ്പോൾ ധനവാൻ ഒരു കാര്യം അറിയാം, ഞാൻ ഇവിടെ വന്നത് മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. എന്റെ 5 സഹോദരന്മാർ ഇവിടെ തന്നെ വരുമെന്ന് അവൻ ഉറപ്പുണ്ട്. കാരണം അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല. ആമേൻ. എന്നാൽ അവസാനം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ മാനസാന്തരപ്പെട്ടില്ല, ലാസർ മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് അവൻ ഇവിടെ ഇരിക്കുന്നതെന്നും ആ സഹോദരങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ കിടക്കുന്ന യാതന സ്ഥലത്ത് തന്നെ വരുമെന്നും അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പക്ഷെ മരിച്ച ശേഷം അവൻ നിലവിളിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അബ്രഹാം പിതാവ് പറഞ്ഞ വാക്ക്, അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവരുടെ വാക്ക് കേൾക്കാത്തവൻ മരിച്ചവൻ പോയി പറഞ്ഞാൽ കേൾക്കത്തില്ല. അതെ, മോശയ്ക്ക് പകരക്കാരനായി, പ്രവാചകന്മാർക്ക് പകരക്കാരനായി ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന വീട്ടിൽ താൻ പറന്നുപോയി. താൻ അവിടെ സന്തോഷിക്കുമ്പോൾ, ഇവിടെ സഹോദരിയുടെ സാക്ഷി കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, താൻ മരിക്കും മുമ്പേ തനക്ക് വ്യക്തമായി അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ മകനോട് താൻ പോകും മുമ്പ് പറഞ്ഞിട്ട് പോയി, ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ഇന്ന സ്ഥലത്ത് ഇന്ന വിധത്തിൽ അടക്കണം എന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം താൻ വിദേശത്തേക്ക് പോയത്. ഹല്ലേലൂയ. പ്രിയരെ, ഇവിടുന്ന് താൻ മറ്റൊരു രാജ്യത്തിലേക്ക് പറന്നുപോയി. എന്നാൽ അവിടുന്ന് താൻ പ്രത്യാശ വെച്ച സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിലേക്ക് താൻ പറന്നുപോയി. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇപ്പോൾ സഹോദരൻ മനോഹരൻ ഇവിടെ ഇല്ല, താൻ ദൈവം എടുത്തുകൊണ്ടതിനാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാതെയായി കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 14:13 പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. രാത്രി പകലായി വിശ്രമം കൂടാതെ വേല ചെയ്യുകയും അതോടുകൂടെ ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് അറിഞ്ഞിട്ട് ആ നിത്യജീവനെ സ്വന്തമാക്കുകയും ചെയ്ത സഹോദരൻ ഈ ലോകത്തിൽ വിശ്രമമില്ലാതെ വേല ചെയ്തു എങ്കിൽ വിശ്രമ നാട്ടിലേക്ക് താൻ ഒരു ഭാഗ്യമരണത്തിലൂടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഭാഗ്യമരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, വേദപുസ്തകം പറയുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പാപത്തിൽ മരിക്കുന്നവർ ഭാഗ്യമരണമല്ല, ക്രിസ്തു യേശുവിലുള്ള മരണമാണ് ഭാഗ്യമരണം. ആമേൻ. അതിന് തമിഴിൽ പറയുമ്പോൾ ക്രിസ്തുവുക്കുൾ മരിക്കുന്നവர்கள். ഹല്ലേലൂയ. എന്തുകൊണ്ട്? 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, മലയാളത്തിൽ അങ്ങനെ പറയുമ്പോൾ തമിഴിൽ പറയുന്നു, ക്രിസ്തുവുക്കുൾ നിദ്രയടയുന്നവர்கள். ആമേൻ. മുതലാവതി എഴുന്നേൽപ്പാர்கள். അതെ, ജീവനോടെ നോക്കിയിരിക്കുന്ന നമ്മെക്കാൾ ആദ്യം എഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ. ഹല്ലേലൂയ. ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും, ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അതെ, ക്രിസ്തീയ പ്രത്യാശ അതാണ്. ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രിസ്തീയ പ്രത്യാശ. മരണം എല്ലാവർക്കുമുണ്ട്. ദുഷ്ടന്മാരും മരിക്കും, നീതിമാന്മാരും മരിക്കും. ദുഷ്ടന്മാരുടെ മരണത്തിനും നീതിമാന്മാരുടെ മരണത്തിനും വ്യത്യാസമുണ്ട്. അതിന് നമ്മൾ വേദപുസ്തകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രം പരിശോധിച്ചാൽ മതി. ഒരു
ധനവാന്റെ വീട്. ആ വീട്ടിന്റെ പടിപ്പുരയ്ക്കൽ ഒരു ദരിദ്രനുണ്ടായിരുന്നു, ലാസർ. ആ ദരിദ്രനായ ലാസർ ദൈവഭക്തൻ. ഈ വീട്ടിൽ പറയുവാൻ അവന് വീടില്ല, നാടില്ല, അവൻ ആരുമില്ല. പക്ഷേ അവൻ ദൈവഭക്തനായിരുന്നു. വേദപുസ്തകം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും പാസ്റ്റർ, അതെങ്ങനെ പറയാൻ കഴിയുമെന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ ഒന്നും വേണ്ട, ലൂക്കോസ് സുവിശേഷം 16:30 അത് വെളിപ്പെടുത്തും. കാരണം മാനസാന്തരമുള്ള അവൻ മരണസമയത്ത് 2 ദൂതന്മാർ വന്നു, സ്വാഗതം ചെയ്തു, സ്വർഗ്ഗോന്നതത്തിൽ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ചില കാലങ്ങൾ കഴിഞ്ഞു. ധനവാൻ മാനസാന്തരപ്പെട്ടില്ല, ധനവാനും മരിച്ചു. പക്ഷേ ദൂതന്മാർ സ്വാഗതം ചെയ്യാൻ ഉണ്ടായിട്ടില്ല. ആമേൻ. മരണദൂതൻ വന്നു, പിടിച്ചു ബന്ധിച്ചു, അടിയിലത്തെ പാതാളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ പാതാളത്തിൽ പോയി വേദന അനുഭവിക്കുന്നു, യാതന അനുഭവിക്കുന്നു. അപ്പോഴാണ് അവൻ വേദനയിൽ പുളയുമ്പോൾ മുകളിലോട്ടൊന്ന് നോക്കി. അപ്പോൾ അബ്രഹാം പിതാവിന്റെ മടിയിൽ ശുഭ്രവസ്ത്രം ധരിച്ച് തേജോമയനായി ആ ലാസർ ഇരിക്കുന്ന കാഴ്ച കണ്ടു. അല്പസമാധാനം. എന്താണ് സമാധാനം? എന്റെ വീടിന്റെ പടിപ്പുരക്കൽ കിടന്നവനാണല്ലോ ഇവൻ. ആമേൻ. അവൻ ഒരു തുള്ളി വെള്ളം എന്റെ നാവിനെ തണുപ്പിക്കാൻ തരും എന്ന് ചിന്തിച്ചുകൊണ്ട് അബ്രഹാം പിതാവേ ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ച് ഒരു തുള്ളി വെള്ളം ആമേൻ അവന്റെ കൈ കൊണ്ട് തൊട്ട് എന്റെ നാവിനെ നനയ്ക്കണമേ. നോക്കൂ സഹോദരങ്ങളെ, നാട്ടിലായിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചാൽ ഏത് കളർ വെള്ളം വേണം കൊണ്ടുകൊടുക്കാൻ ദാസന്മാരുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരയുന്ന ധനവാൻ. എന്നാൽ അബ്രഹാം പിതാവ് പറഞ്ഞു, ഇവൻ അങ്ങോട്ട് വരാൻ പറ്റില്ല, നിനക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, 2 പേരുടെ ഇടയിൽ ഒരു പിളർപ്പുണ്ട്. അപ്പോൾ പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഇതാണ്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവർ എന്നെ പോലെയാണ്, അവർ ഇവിടെ വരാതിരിക്കേണ്ടതിന് ലാസറിനെ നാട്ടിലോട്ടൊന്ന് അയക്കണം. അപ്പോൾ പറഞ്ഞു, അവിടെ മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരുടെ വാക്ക് വിശ്വസിക്കാത്തവർ മരിച്ചവർ പോയി പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയില്ല പിതാവേ, മരിച്ചവരിൽ ഒരുത്തൻ പോയി പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അതാണ് 30-ാം വാക്യം. മരിച്ചവരിൽ ഒരുത്തൻ പോയി പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും. അപ്പോൾ ഈ ധനവാൻ അറിയാം, താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ മാനസാന്തരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടില്ല. അവന് നല്ല വീടുണ്ട്, നല്ല സുഖസൗകര്യമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാം കാണും. മാനസാന്തരം ഇല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യമരണത്തിൽ കീഴടങ്ങാൻ പറ്റില്ല. ആമേൻ. അവൻ പറയുന്നു, ആമേൻ, ലാസർ മരിച്ചവരിൽ ഒരുത്തൻ പോയി പറഞ്ഞാൽ മാനസാന്തരപ്പെടും. അപ്പോൾ ധനവാൻ ഒരു കാര്യം അറിയാം, ഞാൻ ഇവിടെ വന്നത് മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ്. എന്റെ 5 സഹോദരന്മാർ ഇവിടെ തന്നെ വരുമെന്ന് അവൻ ഉറപ്പുണ്ട്. കാരണം അവർ മാനസാന്തരപ്പെട്ടിട്ടില്ല. എന്നാൽ അവസാനം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ മാനസാന്തരപ്പെട്ടില്ല, ലാസർ മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് അവന് വിടിവിക്കുന്നതെന്നും ആ സഹോദരങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ കിടക്കുന്ന യാതനാ സ്ഥലത്ത് തന്നെ വരുമെന്നും അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. പക്ഷെ മരിച്ച ശേഷം അവൻ നിലവിളിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അബ്രഹാം പിതാവ് പറഞ്ഞ വാക്ക്, അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവരുടെ വാക്ക് കേൾക്കാത്തവൻ മരിച്ചവൻ പോയി പറഞ്ഞാൽ കേൾക്കത്തില്ല. അതെ, മോശയ്ക്ക് പകരക്കാരനായി, പ്രവാചകന്മാർക്ക് പകരക്കാരനായി ഈ ശുശ്രൂഷ നിർവഹിക്കുന്ന ഞാൻ എന്ന് വിളിച്ചു പറയുകയാണ്, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവന്റെ മരണം കർത്താവിന്റെ ദൂതന്മാർ സ്വീകരിച്ച് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോകും. പ്രിയ മനോഹരൻ മാനസാന്തരപ്പെട്ട വ്യക്തിയായതുകൊണ്ട് താൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഹല്ലേലൂയ. താനിപ്പോൾ കഷ്ടതയില്ലാത്ത നാട്ടിൽ, കണ്ണുനീരില്ലാത്ത നാട്ടിൽ, വേദനയില്ലാത്ത നാട്ടിൽ, ദുരിതമില്ലാത്ത നാട്ടിൽ സന്തോഷിക്കുകയാണ്. സഹോദരൻ റാണി, നിങ്ങൾ ഇന്നും കഷ്ടതയുടെ നാട്ടിൽ ഇരിക്കുന്നു, താൻ വേല തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. ആ പ്രത്യാശ, പ്രമോഷനാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ദാവീദ് പറഞ്ഞ വാക്ക്, മകന് ജീവൻ കിട്ടുമോ എന്ന് നോക്കാൻ ഉപവസിച്ചു, പക്ഷെ മരണവാർത്ത അറിഞ്ഞ ഉടനെ എഴുന്നേറ്റു, കുളിച്ചു, ആഹാരം കഴിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞ ഒരു വാക്ക്, ഇനി അവൻ ഇങ്ങോട്ട് വരികയില്ല, ഞാൻ അങ്ങോട്ട് പോയി അവനെ കാണും. ആമേൻ. ഇവിടെ പ്രിയ അച്ഛൻ പറഞ്ഞ സാക്ഷ്യം,
മറ്റു പലർ പറഞ്ഞ സാക്ഷ്യം, സഹോദരൻ മനോഹരനെ കുറിച്ച് നല്ല സാക്ഷ്യം, നല്ല ജീവിതം, നല്ല കുടുംബം. അതെ, 300 സംവത്സരം ഹാനോക്ക് ആമേൻ ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒരു നല്ല കുടുംബത്തെ നടത്തുകയും ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് താൻ കാണാതെയായി. താൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലെത്തി. താൻ കഴിഞ്ഞ 58 വർഷം താമസിച്ചിരുന്ന ഒരു മൺകൂടാരമാണ്, ആ രൂപമാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കയാൽ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള തിരുവചനം പോലെ ചില മിനിറ്റുകളിൽ ഈ ശരീരത്തെ മണ്ണിൽ നല്ലടക്കം ചെയ്യും. ആമേൻ. പക്ഷെ ഒരു പ്രത്യാശ നമുക്കുണ്ട്, കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ആമേൻ. ഇനി ഒരുപാട് കാലം ഉണ്ടാകുമോ? ഇല്ല. എല്ലാരും വാ മൂടിക്കെട്ടി ഇവിടെ ഇരിക്കുന്നില്ലേ? ഇത് തന്നെ യേശു വരാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം. ഏറ്റവും അന്ത്യകാലമാകുമ്പോൾ കർത്താവിന്റെ വരവിന് തൊട്ടു മുൻപ് സംഭവിക്കുന്ന ഒന്ന് കാണാം. ആഗോള വ്യാപകമായ മഹാമാരി. ലോകമുണ്ടായത് മുതൽ ഇതുവരെയ്ക്കും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. 2 or 4 രാജ്യങ്ങളിൽ മാത്രം വന്നിട്ടുണ്ട്. ആഗോള വ്യാപകമായി ഉണ്ടായിട്ടില്ല. ഇത് വിളിച്ചു പറയുന്നത് കാഹളം കേൾക്കാൻ സമയമായി. ഹബക്കൂക്ക് 2:6 പറയുന്നു, അന്ത്യകാലത്ത് അവസാന കാലം വരുമ്പോൾ ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവം ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കരയെ ഇളക്കും, കടലിനെ ഇളക്കും. കടൽ ഇളകിക്കൊണ്ടിരിക്കുന്നു, കര ഇളകിക്കൊണ്ടിരിക്കുന്നു, ആകാശത്തിൽ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അർത്ഥം കാഹളം കേൾക്കാൻ സമയമായി. ഹല്ലേലൂയ. ദൈവമക്കൾ അപ്രതീക്ഷിതമായ സമയത്ത്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ നിലയാത്ത നാഴികയിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അതാണ് ക്രിസ്തുവിന്റെ രഹസ്യവരവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രഹസ്യവരവ് കഴിഞ്ഞ ഉടനെ ഒരു സംഭവമുണ്ട്, അന്തിക്രിസ്തുവിന്റെ ഭരണം. അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഏറ്റവും പ്രധാനമായി നെറ്റിമേലോ കൈമേലോ ആമേൻ മുദ്രയേൽക്കണം. സ്തോത്രം. ഇന്ന് ആ മുദ്ര തയ്യാറായി കഴിഞ്ഞു, ആ ചിപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഓർക്കണം, ഇനിയും കുറെ കാലം ഈ ലോകത്തിൽ വിലസാൻ ആർക്കും കഴിയുകയില്ല. പ്രത്യാശയുള്ള ദൈവമക്കൾ പറന്ന് ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്തതായി ഉയർക്കും. ഈ മൺമയമായ ശരീരം വിൺമയമായി ഉയർക്കും. ഈ ഭൂമിക്കുള്ള ശരീരം സ്വർഗീയ ശരീരമായി ഉയർക്കും. നാമും രൂപാന്തരപ്പെടും. ആ വലിയ സമ്മേളനത്തിൽ അക്ഷയരായി അവൻ സഹോദരൻ മനോഹരനെ കാണും. ആമേൻ. കൈകളെ ഉയർത്തി പ്രത്യാശ ഉള്ളവർ ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഇത് മരണവീടെങ്കിലും പ്രത്യാശയുള്ള ഒരു മരണമാണിത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ശരീരം വിട്ട് കർത്താവിനോട് ചേരുവാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഈ ലോകത്തിൽ സുഖിച്ച് പുളച്ച് ജീവിക്കുവാനല്ല, ഇതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് സന്തോഷവും അനുഗ്രഹവുമാണ് കർത്താവിനോട് കൂടെയുള്ള വാസം. അതേ പ്രിയരെ, ശാപഭൂമിയെ ചുട്ടരിച്ചു കളഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമിയെ വിളിച്ചു വരുത്തി അതിൽ പുതിയ യെരൂശലേം എന്ന കർത്താവിന്റെ ആമേൻ വിശുദ്ധ നഗരം ഇറക്കി വെച്ച് അതിൽ രാജാവിന്റെ മണവാട്ടിയായി ആമേൻ കൂടെ വസിക്കുവാൻ ആമേൻ ദൈവം തിരഞ്ഞെടുത്ത സഭയാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. അതെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. മാനസാന്തരമില്ലാത്ത ധനവാൻ വിളിച്ചു പറയുന്നു, മരിച്ചവൻ പോയി പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും, ഇല്ലെങ്കിൽ ഞാൻ വന്നെടുത്ത് തന്നെ അവരും വരും. എത്ര പ്രസംഗം മാനസാന്തരത്തെ കുറിച്ച് കേട്ടു. പുച്ഛിച്ച് തള്ളി ജീവിക്കുന്ന സഹോദരനെ സഹോദരിയെ ഇതുപോലൊരു ദിവസം വരുമ്പോൾ ഈ പ്രത്യാശയുടെ വാക്ക് പറയാൻ പറ്റുമോ? ഈ ശബ്ദം കേൾക്കുന്നതിൽ ദൈവവചനം സഭാപ്രസംഗി 7 ആദ്യ ഭാഗത്ത് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലത്. അവിടെയല്ലോ ഒരു മനുഷ്യന്റെ അന്ത്യത്തെ കുറിച്ച് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അതവന്റെ ഹൃദയത്തിൽ അവൻ ജാഗരിക്കുന്നു. അതെ, ഈ ദിവസം നിങ്ങൾ ഗ്രഹിക്കണം, ഇതുപോലൊരു അന്ത്യം വരും. ഈ ശരീരത്തെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ ലാസറിനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പോകുമോ, അതോ ധനവാനെ പോലെ യാതനാ സ്ഥലത്ത് പോകുമോ? ഇന്ന് ഈ സമയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരത്തിൽ കൊടുക്കുവാൻ ഒരു അവസരം കൂടെ തരുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരം ഇവിടെ വന്നത് ഇത്രയും പേരോട് ഈ സത്യസുവിശേഷത്തെ കൂടെ പറയുവാൻ ഒരവസരമായി ഞാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ ആരും ആമേൻ നഷ്ടപ്പെടരുത്. കർത്താവിനോടുകൂടെ ചേരണം.
ആ പ്രത്യാശ ദൈവം തന്നിരിക്കുന്നതിനാൽ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരിച്ച ശേഷം അയ്യോ മാനസാന്തരപ്പെട്ടെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു എന്നാരും ചിന്തിക്കരുത്. എത്രയോ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ തൊടട്ടെ. കർത്താവ്, എന്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ രക്ഷിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവൈതലായി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഇതുപോലൊരു മരണ ദിവസം എന്നെ തഴുകുന്നതിന് മുൻപേ എന്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ പേര് ജീവ പുസ്തകത്തിൽ എഴുതണമേ. ഞാൻ അങ്ങയുടെ പൈതലായി ജീവിച്ച് അങ്ങയുടെ പൈതലായി തിരുസന്നിധിയിൽ എത്തട്ടെ. മക്കൾക്കുള്ള അവകാശമായ സ്വർഗം എനിക്കും ലഭിക്കേണ്ടതിന് എന്നെ സഹായിക്കണമേ. നിങ്ങൾ ആരും ആകട്ടെ, മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു മടങ്ങി വരവ്, തിരിച്ചു വരവ് കർത്താവിങ്കലേക്കുണ്ടോ? ഇതുവരേക്കും ആരെങ്കിലും അതില്ലാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷാദിവസമാകട്ടെ, ഇന്ന് നിങ്ങളുടെ സുപ്രസാദ കാലമാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ പറയുക, യേശുവേ, പാപത്തിന്റെ ശമ്പളമായി നിത്യ മരണത്തിന് ഞാൻ അടിമയാണ്. എന്നാൽ എനിക്ക് നഷ്ടപ്പെട്ട നിത്യജീവനെ തിരിച്ചു തരാൻ വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിൽ വന്നു. എന്റെ മരണത്തെ താൻ കാൽവരിയിൽ ഏറ്റെടുത്തു. ഞാൻ യേശുവിന്റെ മരണത്തെ വിശ്വസിക്കുന്നു. അടക്കത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ എന്റെ പാപത്തെ അങ്ങയോട് ഏറ്റുപറയുന്ന എനിക്ക് പകരക്കാരനായി അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ അടക്കം, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന മുഴുവൻ സ്നാനവും എടുത്ത് ഒരു പുതിയ മനുഷ്യനായി നീ ജീവിച്ചാൽ ക്രിസ്തുവോട് കൂടെ ജീവിച്ച നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയും. ഇന്ന് ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുതാപം ഉണ്ടാകട്ടെ. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഈ സഹോദരി റാണി സാക്ഷ്യം പറഞ്ഞത്. മക്കൾ ഇന്ന് ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്നത്. അവർക്കറിയാം തൻ്റെ പിതാവ് പോയത് എവിടെയെന്ന്. ഞങ്ങളോട് പോകും. ആമേൻ. വിദേശത്ത് പോയി 2 വർഷം കാണാതിരുന്നത് പോലെ ചിലപ്പോൾ ചില നാളുകൾ മുഖത്തോട് മുഖം കാണാൻ പറ്റില്ലെങ്കിലും ആമേൻ തിരിച്ചു വന്നപ്പോൾ കണ്ടതുപോലെ ഞങ്ങൾ ഒരു ദിവസം കാണും. ഈ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മഹാപരിശുദ്ധ പിതാവേ, ഈ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഈ ശുശ്രൂഷയിൽ ആമേൻ ഈ ലോകത്തിൽ നിന്നും മനുഷ്യൻ ആമേൻ മരിക്കുമെന്നും, ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ ഭാഗ്യമരണമെന്നും, പാപത്തിൽ മരിച്ചാൽ അത് നിർഭാഗ്യ മരണമെന്നും ഞങ്ങളെന്ന് മനസ്സിലാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടട്ടെ. അവർ ദൈവപൈതങ്ങളായി ജീവിക്കട്ടെ. എപ്പോഴെന്നില്ലാതെ ഞങ്ങളെ പിടിക്കുന്ന മരണത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ പ്രത്യാശയോടെ ഇവിടുന്ന് കണ്ണടച്ച് കർത്താവിനോട് ചേരുവാൻ ഭാഗ്യം തരണമേ. അങ്ങനെ എല്ലാവരെയും ഓർക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പറഞ്ഞത്. മാനസാന്തരപ്പെട്ടവന്റെ മരണം കർത്താവിന്റെ ദൂതന്മാർ സ്വീകരിച്ച് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോകും. പ്രിയ മനോഹരൻ മാനസാന്തരപ്പെട്ട വ്യക്തിയായതുകൊണ്ട് താൻ കർത്താവിൽ നിന്ദിര പ്രാപിച്ചു. ഹല്ലേലൂയ. താനിപ്പോൾ കഷ്ടതയില്ലാത്ത നാട്ടിൽ, കണ്ണുനീരില്ലാത്ത നാട്ടിൽ, വേദനയില്ലാത്ത നാട്ടിൽ, ദുരിതമില്ലാത്ത നാട്ടിൽ സന്തോഷിക്കുകയാണ്. സഹോദര റാണി, നിങ്ങൾ ഇന്നും കഷ്ടതയുടെ നാട്ടിൽ ഇരിക്കുന്നു. താൻ വേല തികച്ച് കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. ആ പ്രത്യാശ, പ്രമോഷനാണ് തനിക്ക് കിട്ടിയിട്ടുള്ളത്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ദാവീദ് പറഞ്ഞ വാക്ക്, മകന് ജീവൻ കിട്ടുമോ എന്ന് നോക്കാൻ ഉപവസിച്ചു. പക്ഷെ മരണവാർത്ത അറിഞ്ഞ ഉടനെ എഴുന്നേറ്റു, കുളിച്ചു, ആഹാരം കഴിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞ ഒരു വാക്ക്, ഇനി അവൻ ഇങ്ങോട്ട് വരികയില്ല, ഞാൻ അങ്ങോട്ട് പോയി അവനെ കാണും. ആമേൻ. ഇവിടെ പ്രിയ അച്ഛൻ പറഞ്ഞ സാക്ഷ്യം, മറ്റു പലർ പറഞ്ഞ സാക്ഷ്യം, സഹോദരൻ മനോഹരനെ കുറിച്ച് നല്ല സാക്ഷ്യം, നല്ല ജീവിതം, നല്ല കുടുംബം. അതെ, 300 സംവത്സരം ഹാനോക്ക് ആമേൻ ദൈവത്തോട് കൂടെ നടന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഒരു നല്ല കുടുംബത്തെ നടത്തുകയും ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്തു. അതുകൊണ്ട് താൻ കാണാതെയായി. താൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലെത്തി. താൻ കഴിഞ്ഞ 58 വർഷം താമസിച്ചിരുന്ന ഒരു മൺകൂടാരമാണ്, അരൂപമാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്.
ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കയാൽ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള തിരുവചനം പോലെ ചില മിനിറ്റുകളിൽ ഈ ശരീരത്തെ മണ്ണിൽ നല്ലടക്കം ചെയ്യും. ആമേൻ. മറ്റൊരു പ്രത്യാശ നമുക്കുണ്ട്, കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ആമേൻ. ഇനി ഒരുപാട് കാലം ഉണ്ടാകുമോ? ഇല്ല. എല്ലാരും വാ മൂടിക്കെട്ടി ഇവിടെ ഇരിക്കുന്നില്ലേ? ഇത് തന്നെ യേശു വരാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം. ഏറ്റവും അന്ത്യകാലമാകുമ്പോൾ കർത്താവിന്റെ വരവിന് തൊട്ടു മുൻപ് സംഭവിക്കുന്ന ഒന്നാണ് ആഗോള വ്യാപകമായ മഹാമാരി. ലോകം ഉണ്ടായത് മുതൽ ഇതുവരെയ്ക്കും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. 2 or 4 രാജ്യങ്ങളിൽ മാത്രം വന്നിട്ടുണ്ട്. ആഗോള വ്യാപകമായി ഉണ്ടായിട്ടില്ല. ഇത് വിളിച്ചു പറയുന്നത് കാഹളം കേൾക്കാൻ സമയമായി. ഹബക്കൂക്ക് 2:6 പറയുന്നു, അന്ത്യകാലത്ത് അവസാന കാലം വരുമ്പോൾ ആമേൻ, സ്തോത്രം, ആമേൻ, ദൈവം ആകാശത്തെ ഇളക്കും, ഭൂമിയെ ഇളക്കും, കരയെ ഇളക്കും, കടലിനെ ഇളക്കും. കടൽ ഇളകിക്കൊണ്ടിരിക്കുന്നു, കര ഇളകിക്കൊണ്ടിരിക്കുന്നു, ആകാശത്തിൽ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അർത്ഥം കാഹളം കേൾക്കാൻ സമയമായി. ഹല്ലേലൂയ. ദൈവമക്കൾ അപ്രതീക്ഷിതമായ സമയത്ത്, ഹല്ലേലൂയ എന്ന് പറഞ്ഞ നിരയത്ത നാഴികയിൽ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അതാണ് ക്രിസ്തുവിന്റെ രഹസ്യവരവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രഹസ്യവരവ് കഴിഞ്ഞുടനെ ഒരു സംഭവമുണ്ട്, അന്തിക്രിസ്തുവിന്റെ ഭരണം. അന്തിക്രിസ്തുവിന്റെ ഭരണകാലത്ത് ഏറ്റവും പ്രധാനമായി നെറ്റിമേലോ കൈമേലോ ആമേൻ മുദ്രയേൽക്കണം. സ്തോത്രം. ഇന്ന് ആ മുദ്ര തയ്യാറായി കഴിഞ്ഞു, അച്ചിപ്പ് തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഓർക്കണം, ഇനി കുറെ കാലം ഈ ലോകത്തിൽ വിലസാൻ ആർക്കും കഴിയുകയില്ല. പ്രത്യാശയുള്ള ദൈവമക്കൾ പറന്നുയരാൻ കാലമായി. സഹോദര റാണി, മക്കൾ, നിങ്ങളോട് പറയട്ടെ, ഇനി അധിക കാലമില്ല. ഈ ക്ഷയമുള്ള ശരീരം അക്ഷയമായി ഉയർക്കും. ആമേൻ. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്തതായി ഉയർക്കും. ഈ മൺമയമായ ശരീരം വിൺമയമായി ഉയർക്കും. ഈ ഭൂമിക്കുള്ള ശരീരം സ്വർഗീയ ശരീരമായി ഉയർക്കും. നാവും രൂപാന്തരപ്പെടും. ആ വലിയ സമ്മേളനത്തിൽ അക്ഷയരായി അവൻ സഹോദരൻ മനോഹരനെ കാണും. ആമേൻ. കൈകളെ ഉയർത്തി പ്രത്യാശ ഉള്ളവർ ഒരു ഹല്ലേലൂയ പറയാം. ആമേൻ. ഇത് മരണവീടെങ്കിലും പ്രത്യാശയുള്ള ഒരു മരണമാണിത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ശരീരം വിട്ട് കർത്താവിനോട് ചേരുവാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. ഈ ലോകത്തിൽ സുഖിച്ച് പുളച്ച് ജീവിക്കുവാനല്ല, ഇതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് സന്തോഷവും അനുഗ്രഹവുമാണ് കർത്താവിനോട് കൂടെയുള്ള വാസം. അതേ പ്രിയരെ, ശാപഭൂമിയെ ചുട്ടരിച്ച് കളഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമിയെ വിളിച്ചു വരുത്തി അതിൽ പുതിയ യെരൂശലേം എന്ന കർത്താവിന്റെ ആമേൻ വിശുദ്ധ നഗരം ഇറക്കി വെച്ച് അതിൽ രാജാവിന്റെ മണവാട്ടിയായി ആമേൻ കൂടെ വസിക്കുവാൻ ആമേൻ ദൈവം തിരഞ്ഞെടുത്ത സഭയാണ് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. അതെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. മാനസാന്തരമില്ലാത്ത ധനവാൻ വിളിച്ചു പറയുന്നു, മരിച്ചവൻ പോയി പറഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും, ഇല്ലെങ്കിൽ ഞാൻ വന്നെടുത്ത് തന്നെ അവരും വരും. എത്ര പ്രസംഗം മാനസാന്തരത്തെ കുറിച്ച് കേട്ടു. പുച്ഛിച്ച് തള്ളി ജീവിക്കുന്ന സഹോദരനെ സഹോദരിയെ ഇതുപോലൊരു ദിവസം വരുമ്പോൾ ഈ പ്രത്യാശയുടെ വാക്ക് പറയാൻ പറ്റുമോ? ഈ ശബ്ദം കേൾക്കുന്നതിൽ ദൈവവചനം സഭാപ്രസംഗി 7 ആദ്യ ഭാഗത്ത് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലത്. അവിടെയല്ലോ ഒരു മനുഷ്യന്റെ അന്ത്യത്തെ കുറിച്ച് ഗ്രഹിപ്പാൻ കഴിയുന്നത്. അതവന്റെ ഹൃദയത്തിൽ അവൻ ജാഗരിക്കുന്നു. അതെ, ഈ ദിവസം നിങ്ങൾ ഗ്രഹിക്കണം, ഇതുപോലൊരു അന്ത്യം വരും. ഈ ശരീരത്തെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ ലാസറിനെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പോകുമോ, അതോ ധനവാനെ പോലെ യാതനാ സ്ഥലത്ത് പോകുമോ? ഇന്ന് ഈ സമയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരത്തിൽ കൊടുക്കുവാൻ ഒരു അവസരം കൂടെ തരുന്നു. ഇദ്ദേഹത്തിന്റെ ശരീരം ഇവിടെ വന്നത് ഇത്രയും പേരോട് ഈ സത്യസുവിശേഷത്തെ കൂടെ പറയുവാൻ ഒരവസരമായി ഞാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ ആരും ആമേൻ നഷ്ടപ്പെടരുത്, കർത്താവിനോടുകൂടെ ചേരണം. ആ പ്രത്യാശ ദൈവം തന്നിരിക്കുന്നതിനാൽ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മരിച്ച ശേഷം അയ്യോ മാനസാന്തരപ്പെട്ടെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു എന്നാരും ചിന്തിക്കരുത്. എത്രയോ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ തൊടട്ടെ.
കർത്താവ് എന്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ രക്ഷിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവൈതലായി ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഇതുപോലൊരു മരണ ദിവസം എന്നെ തഴുകുന്നതിന് മുൻപേ എന്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ പേര് ജീവ പുസ്തകത്തിൽ എഴുതണമേ. ഞാൻ അങ്ങയുടെ പൈതലായി ജീവിച്ച് അങ്ങയുടെ പൈതലായി തിരുസന്നിധിയിൽ എത്തട്ടെ. മക്കൾക്കുള്ള അവകാശമായ സ്വർഗം എനിക്കും ലഭിക്കേണ്ടതിന് എന്നെ സഹായിക്കണമേ. നിങ്ങൾ ആരുമാകട്ടെ, മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു മടങ്ങുവരവ് തിരിച്ചു വരവ് കർത്താവിങ്കലെ കൊണ്ടു. ഇതുവരേക്കും ആരെങ്കിലും അതില്ലാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ രക്ഷാദിവസമാകട്ടെ. ഇന്ന് നിങ്ങളുടെ സുപ്രസാദ കാലമാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ പറയുക, യേശുവേ, പാപത്തിന്റെ ശമ്പളമായി നിത്യ മരണത്തിന് ഞാൻ അടിമയാണ്. എന്നാൽ എനിക്ക് നഷ്ടപ്പെട്ട നിത്യജീവനെ തിരിച്ചു തരാൻ വേണ്ടി ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിൽ വന്നു. എന്റെ മരണത്തെ താൻ കാൽവറിയിൽ ഏറ്റെടുത്തു. ഞാൻ യേശുവിന്റെ മരണത്തെ വിശ്വസിക്കുന്നു. അടക്കത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ എന്റെ പാപത്തെ അങ്ങയോട് ഏറ്റുപറയുന്ന എനിക്ക് പകരക്കാരനായി അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ അടക്കം, ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന മുഴുവൻ സ്നാനവും എടുത്ത് ഒരു പുതിയ മനുഷ്യനായി നീ ജീവിച്ചാൽ ക്രിസ്തുവോടുകൂടെ ജീവിച്ച നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയും. ഇന്ന് ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അനുതാപം ഉണ്ടാകട്ടെ. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഈ സഹോദരി റാണി ഈ സാക്ഷ്യം പറഞ്ഞത്. മക്കൾ ഇന്ന് ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്നത് അവർക്കറിയാം തൻ്റെ പിതാവ് പോയത് എവിടെയെന്ന്. ഞങ്ങളോട് പോകും. ആമേൻ. വിദേശത്ത് പോയി 2 വർഷം കാണാതിരുന്നത് പോലെ ചിലപ്പോൾ ചില നാളുകൾ മുഖത്തോട് മുഖം കാണാൻ പറ്റില്ലെങ്കിലും ആമേൻ തിരിച്ചു വന്നപ്പോൾ കണ്ടതുപോലെ ഞങ്ങളൊരു ദിവസം കാണും. ഈ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മഹാപരിശുദ്ധ പിതാവേ, ഈ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. ഈ ശുശ്രൂഷയിൽ ആമേൻ ഈ ലോകത്തിൽ നിന്നും മനുഷ്യൻ ആമേൻ മരിക്കുമെന്നും ക്രിസ്തുവിൽ മരിച്ചാൽ അവൻ ഭാഗ്യമരണമെന്നും പാപത്തിൽ മരിച്ചാൽ അത് നിർഭാഗ്യ മരണമെന്നും ഞങ്ങളെന്ന് മനസ്സിലാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർ മാനസാന്തരപ്പെടട്ടെ. അവർ ദൈവവൈതങ്ങളായി ജീവിക്കട്ടെ. എപ്പോഴെന്നില്ലാതെ ഞങ്ങളെ പിടിക്കുന്ന മരണത്തിന്റെ മുൻപിൽ ഞങ്ങൾ പ്രത്യാശയോടെ ഇവിടുന്ന് കണ്ണടച്ച് കർത്താവിനോട് ചേരുവാൻ ഭാഗ്യം തരണമേ. അങ്ങനെ എല്ലാവരെയും ഓർക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് തുടർന്ന് അടുത്ത ശുശ്രൂഷകൾക്ക് വേണ്ടി സമയം വേർതിരിക്കുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് കേട്ടതുപോലെ 2 മക്കളെ മകനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു താൻ ഇന്ത്യയുടെ പല കോണുകളിൽ താമസിക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മ ബലഹീനം ആരുണ്ട്? അപ്പോൾ പറഞ്ഞു, എൻ്റെ പ്രതിഷ്ഠയെ ദൈവം അംഗീകരിക്കും, ദൈവം എല്ലാം ചെയ്യുമെന്ന്. ആ നിലയിൽ സമർപ്പണം. ആ നിലയിൽ ഈ കുടുംബം ഇനിയും കർത്താവിന് വേണ്ടി സധൈര്യം പ്രവർത്തിക്കട്ടെ. ആമേൻ. പോർക്കളമേട്ടിൽ നിൽക്കുന്നവൻ ഒന്നും കണ്ട് പിന്നോട്ട് പോകാൻ പാടില്ല, മുന്നോട്ട് തന്നെ പോകണം എന്നതുപോലെ കർത്താവിന് വേണ്ടി മുന്നോട്ട് തന്നെ പോകുക. ജയിച്ച് കീഴടക്കേണ്ടതിനെ കീഴടക്കി ജയം നേടുക. ദൈവ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു നിമിഷം ഒരു പാട്ട് പാടുമ്പോൾ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണുക. ആ പാട്ട് 2 സ്റ്റാൻസ പാടും. കാണാനുള്ളവർ കണ്ടിട്ട് പോവുക. ഉടനെ ആ പാട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഒന്ന് മാറണം. അതിനെ ആമേൻ പെട്ടിക്കകത്ത് ശരീരത്തെ വെക്കേണ്ടിയുണ്ട്. ഈ പാട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തെ അവർ മാറ്റിവെക്കും. അതിനു മുൻപേ ആർക്കെങ്കിലും കാണാനുണ്ടെങ്കിൽ ഒരു നോക്ക് കാണാൻ ഈ അവസരം തരുന്നു. ഒരു സ്റ്റാൻസ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധ
ഇൻപം വീടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം ആയ ഇൻപം വീടുന്നേ എന്റെ അത് കാണേണ്ടവർ ഇപ്പോൾ കണ്ടുകൊള്ളുക. അതിനുശേഷം അതെടുത്താൽ ഇൻപം വീടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം ആയ ഇൻപം വീടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം നായകനാമെന്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമ മുഖം മൂടണ്ട. പിന്നെ ഞാൻ പറയാം. നായകനാമെന്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനാൽ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്ന് ശോധരോടോ യേശുവേ വാഴ്ത്തിടുമേ ഭാഗ്യനാട്ടിൽ ചെന്ന് ശോധരോടോ ഞാൻ യേശുവേ വാഴ്ത്തിടുമേ. പ്രിയരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു.
വിശേഷമായി ഈ സഹോദരൻ ആശുപത്രിയിലായത് മുതൽ തന്റെ മരണസമയം, അതിനുശേഷം സഹോദരൻ റാണിയെ നാട്ടിലെത്തിക്കുവാനും ഈ ശരീരത്തെ നാട്ടിലെത്തിക്കുവാനും രാപ്പകൽ ഒരു സ്വന്തം സഹോദരനേക്കാൾ, ഒരു അപ്പനേക്കാൾ റിസ്ക് എടുത്ത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ദൈവദാസനുണ്ട്. താൻ ആരാധനയ്ക്ക് കൂടിക്കൊണ്ടിരുന്ന ഷാർജയിലെ പാസ്റ്റർ ബാബു അവർ. അദ്ദേഹത്തെ ഞാൻ മുഖം കണ്ടില്ലെങ്കിലും എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ അധ്വാനം, ഇതിന്റെ പിന്നിലെ പ്രയത്നം, ഇവർക്ക് വേണ്ടി താൻ ഓടിയ ഓട്ടങ്ങൾ, നിശ്ചയമായും ദൈവദാസനെ ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്തത് പ്രതിഫലം പ്രാപിക്കത്തക്ക ഒന്നാണ്. ഞങ്ങൾ ഓർക്കുന്നു, പ്രത്യേകിച്ച് പാറശാല ജഗുവാനസ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു. ഈ കുടുംബത്തിന്റെ പേരിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ചെയ്ത എല്ലാത്തിനും തക്ക പ്രതിഫലം ഈ ലോകത്തിലും വരുവാനുള്ളതിലും ദൈവം തരട്ടെ. താങ്കളുടെ കൂടിവരവ് സഭ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് ഉയർത്തട്ടെ. കുടുംബത്തിൽ ഒരു അംഗത്തിന് വന്ന വേദനയിൽ നിങ്ങൾ ഇത്രയും വലിയ റിസ്ക് എടുത്ത് സഹകരിച്ചതിന് ഞങ്ങൾ നന്ദി ഹൃദയത്തിൽ നിന്ന് പറയുന്നു. അനുഗ്രഹിക്കട്ടെ. അതുപോലെ കൂടി വന്ന് സഹകരിച്ച ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കുടുംബത്തെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആദ്യ കുറെ വർഷങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്നൊരു ദൈവദാസൻ ഇവിടെ അടുത്തുണ്ട്. ആമേൻ. പാസ്റ്റർ വിജയകുമാർ അവർ. ഹല്ലേലൂയ. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു വേദഭാഗം വായിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് ഈ ശരീരത്തെ അടക്കത്തിലേക്ക് എടുക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. வாசிப்பதற்காக தெரிந்தெடுக்கப்பட்ட வேத பகுதி 2 கொரிந்தியர் 5ஆம் அதிகாரம் 1 முதல் 10 வரையுள்ள வேத வசனங்கள். பூமிக்குரிய கூடாரமாகிய நம்முடைய வீடு அழிந்து போனாலும் தேவனால் கட்டப்பட்ட கைவேலை அல்லாத நித்திய வீடு பரலோகத்திலே நமக்கு உண்டென்று அறிந்திருக்கிறோம். ஏனெனில் இந்த கூடாரத்திலே நாம் தவித்து நம்முடைய பரம வாசஸ்தலத்தை தரித்துக் கொள்ள மிகவும் வாஞ்சை உள்ளவராய் இருக்கிறோம். தரித்து கொண்டவர்கள் ஆனால் நிர்வாணிகளாய் காணப்பட மாட்டோம். இந்த கூடாரத்தில் இருக்கிற நாம் பாரம் சுமந்து தவிக்கிறோம். இந்த போர்வையை களைந்து போட வேண்டும் என்று விரும்பாமல் மரணமானது ஜீவனாலே விழுங்கப்படத்தக்க போர்வை தரித்தவர்களாய் இருக்க வேண்டும் என்று விரும்புகிறோம். இதற்கு நம்மை ஆயத்தப்படுத்துகிறவர் தேவனே. ஆவி என்னும் அச்சாரத்தை நமக்கு தந்தவரும் அவரே. நாம் தரிசித்து நடவாமல் விசுவாசித்து நடக்கிறோம். இந்த தேகத்தில் குடியிருக்கையில் கர்த்தரிடத்தில் குடியிராதவர்களாய் இருக்கிறோம் என்று அறிந்தும் எப்பொழுதும் தைரியமாய் இருக்கிறோம். நாம் தைரியமாகவே இருந்து இந்த தேகத்தை விட்டு குடி போகவும் கர்த்தரிடத்தில் குடியிருக்கவும் அதிகமாய் விரும்புகிறோம். அது நிமித்தமே நாம் சரீரத்தில் குடியிருந்தாலும் குடியிராமற் போனாலும் அவருக்கு பிரியமானவர்களாய் இருக்க நாடுகிறோம். ஏனென்றால் சரீரத்தில் அவனவன் செய்த நன்மைக்காவது தீமைக்காவது தக்க பலனை அடையும்படிக்கு நாம் எல்லாரும் கிறிஸ்துவின் நியாயாசனத்திற்கு முன்பாக வெளிப்பட வேண்டும். ആമേൻ. ഇപ്പോൾ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പാസ്റ്റർ ജോസ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ കടന്നു വരുന്നു. ഈ പ്രിയ പിതാവ് തനിക്ക് ഭൂമിയിൽ കൊടുത്ത ആയുസ് താൻ തികച്ചു താൻ പ്രത്യാശ വെച്ചതായ ദൈവസന്നിധിയിൽ ചേർത്തുകൊള്ളപ്പെട്ടിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാനും സ്വർഗത്തിലെ ദൈവം കൊടുത്ത ശ്രേഷ്ഠ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഇനി കാണുവാൻ സാധിച്ചില്ലെങ്കിലും ഇനി ഒരു ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ചെന്ന് കാണുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ദൈവമേ, ഇന്ന് ഈ ശുശ്രൂഷ വേളയിൽ ഇവിടെ കേൾപ്പിച്ച നല്ല ദൈവത്തിന്റെ ആലോചനകൾക്കായി സ്തോത്രം. ഇതുപോലത്തെ ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വരുമ്പോൾ ക്രിസ്തു യേശുവിൽ പ്രത്യാശയുള്ള ഒരു ഭാഗ്യമരണം പ്രാപിക്കുവാനും കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് പങ്കുള്ളവരായി തീരുവാനും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ പ്രിയപ്പെട്ടവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവത്തിന്റെ സാന്നിധ്യം പകരണം. തുടർന്നുള്ള ഈ ഭൗമ ശരീരം നല്ലടക്കം ചെയ്യുവാൻ അത് ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നു.
തുടർന്നും ദൈവത്തിന്റെ സാന്നിധ്യം പകർന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തോടിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണം. ക്രിസ്തീയ പ്രത്യാശയിൽ അവരെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവ് വീണ്ടും ധൈര്യം നൽകി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അവർക്ക് ആശ്വാസം പകർന്ന് അവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദയവ് ചെയ്ത് ആ സഹോദരന്മാർ അല്പം ഒന്ന് മാറി നിൽക്കണം. ദൈവദാസന്മാർ ഒന്ന് മുന്നോട്ട് അവിടെ പോവുക. അതിനുശേഷം ഒരു പാട്ട് പാടിക്കൊണ്ട് ഈ ശരീരത്തെ അവിടെ കൊണ്ടുപോകും. അവിടെ പോയ ശേഷം അടച്ചാൽ മതിയാകും. ദൈവം സഹായിക്കട്ടെ. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിയാൻ ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിയാൻ ബന്ധപ്പെട്ടോടിടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. ഞാൻ സ്വർഗയാത്ര ചെയ്യും ോടിടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ മനോഹരൻ ഷാർജയിൽ വെച്ച് 14/2/2021 രാത്രി 11 മണിക്ക് ഈ ലോകത്തിൽ നിന്ന് താൻ പ്രത്യാശ വച്ചിരുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നാട്ടിലെത്തിക്കുവാൻ ദൈവം കൃപ നൽകി. ഇതുവരെയുമുള്ള ശുശ്രൂഷകളിൽ ദൈവകൃപ കൊണ്ടുണ്ടായിരുന്നു. ഈ ശരീരം നാം ഇവിടെ നല്ലടക്കം ചെയ്യുവാൻ കടന്നു വന്നിരിക്കുകയാണ്. വേദപുസ്തക വചനം പറയുന്നു, ശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കാൻ മണ്ണിലേക്ക് തിരികെ ചേരും. ഈ തിരുവചനം പോലെ ഈ ശരീരത്തെ നാം മണ്ണിൽ നല്ലടക്കം ചെയ്യുവാൻ പോകുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ശവക്കുഴി മനുഷ്യന്റെ അവസാനമല്ല, മരണം എന്ന് പറയുന്ന വാതിലിലൂടെ മനുഷ്യൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നുകിൽ നിത്യജീവങ്കിലേക്ക്, അല്ല എങ്കിൽ നിത്യമരണത്തിലേക്ക്. സഹോദരൻ മനോഹരൻ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് നല്ല സാക്ഷ്യത്തോടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ജീവിത അന്ത്യം വരെയും നിലനിന്ന് താൻ മരിച്ച കർത്താവിന്റെ സന്നിധിയിൽ പോയിരിക്കുന്നു. അതുകൊണ്ട് താൻ നിത്യജീവങ്കിലേക്കാണ് കടന്നുപോയിരിക്കുന്നത്. എന്നാൽ താൻ 58 വർഷം വസിച്ച ഈ ഭൗമ ശരീരത്തെ മണ്ണിൽ നിന്നെടുത്തിരിക്കിയാൽ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള തിരുവചനം പോലെ മണ്ണിൽ നല്ലടക്കം ചെയ്യുന്നു. എന്നാൽ തിരുവചന ഇപ്രകാരം പറയുന്നു, സ്തോത്രം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. ആ കൂട്ടത്തിൽ താനും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന പ്രത്യാശ നമുക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം, മരിച്ചവർ എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം ഇപ്പോൾ വായിച്ചു കേൾക്കാം. പക്ഷേ ഒരുവൻ മരിച്ചവരെങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറുമണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമെല്ലാം. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്.
സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. Praise the Lord. Hallelujah. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏത് വിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അത് തരിയായിരിക്കും. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ഒരു വിത പോലെ ഇതിനെ നാം അടക്കം ചെയ്യും. ഹല്ലേലൂയ. മറ്റൊരു ശരീരമായി ഇത് കർത്താവിന്റെ വരവിങ്കൽ ഉയർത്തുന്നു. ഇവിടെ പറയുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ. ദ്രവത്വമുള്ള ഈ ശരീരം വിതയ്ക്കുന്നു, അദ്രവത്വമുള്ളതായി ഉയർക്കുന്നു. അപമാനമുള്ളത് വിതയ്ക്കുന്നു, ആമേൻ, തേജസ്സുള്ളതായി ഉയർക്കുന്നു. ബലഹീനമുള്ളതായി വിതയ്ക്കുന്നു, ശക്തിയുള്ളതായി ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കുന്നു, ആത്മീക ശരീരം ഉയർത്തുവരും. മണ്ണുകൊണ്ടുള്ള ശരീരം വിതയ്ക്കുന്നു, സ്വർഗീയ ശരീരമായി കർത്താവിന്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. കരങ്ങളെ ഉയർത്തി ആമേൻ പറയാം. എന്ന പ്രത്യാശയോടെ നാം ഇപ്പോൾ ഈ ശരീരത്തെ നല്ലടക്കം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്ന കർത്താവേ, ഇത്രത്തോളം ഈ ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ ദൈവം ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് തുണയായിട്ട് നിൽക്കണം. ദൈവമേ, കൂടപ്പെട്ട എല്ലാവരെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിൽ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുന്നു. അതേ പ്രിയരെ, ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കയാൽ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള തിരുവചനം പോലെ ഇപ്പോൾ ഈ ശരീരത്തെ മണ്ണിന് മണ്ണായി, പുഴിക്ക് പുഴിയായി, ചാരത്തിന് ചാരമായി തിരികെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും
മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്നരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് പറഞ്ഞു. നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരും. പ്രാർത്ഥിക്കാം. സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ തിരുപ്പാദത്തിൽ കടന്നു വരുന്നു. സഹോദരൻ മനോഹരന് അവിടുന്ന് കൊടുത്ത 58 വർഷക്കാലം, ഇതിനിടയിൽ ഈ ലോകത്തിൽ കുടുംബം, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിലും ആമേൻ, ലോകത്തിൽ എന്തെല്ലാം താൻ നേടിയാലും എല്ലാറ്റിനുപരിയായി ഒരിക്കലും തന്നെ വിട്ടുപിരിയാത്ത ആ നിത്യജീവനെ കൂടെ നേടുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. താൻ ഈ ലോകത്തിൽ ഉണ്ടാക്കിയ എല്ലാം തന്നെ ഇപ്പോൾ കൈവിട്ടിരിക്കുന്നു. ആർക്കും കൂടെ പോരുവാൻ കഴിയുകയില്ല. എന്നാൽ താൻ ദൈവത്തിൽ നിന്ന് സമ്പാദിച്ച ആ രക്ഷ, ആ നിത്യജീവൻ തന്നെ വിട്ട് മാറാതെ ഈ മായയായ ലോകത്തിൽ നിന്നും ആ ജീവങ്കിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ മകനായി തീർന്നതിനാൽ മക്കൾക്കുള്ള അവകാശമെന്ന ആ നിത്യ ദൈവത്തിൻ്റെ ആ സ്വർഗരാജ്യത്തിൽ ആമേൻ, ആ വിശ്രാമ സ്ഥലത്ത് തന്നെ നീ വിളിച്ചു ചേർത്തതിനാൽ നന്ദിയോട് സ്തോത്രം. തൻ്റെ വേർപാടിൻ്റെ വേദനയോടിരിക്കുന്ന കുടുംബത്തിലെ ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, താൻ ജീവിച്ചപ്പോൾ ചെയ്ത നന്മകളെ, നല്ല കാര്യങ്ങളെ മറക്കാതെ ആമേൻ, മക്കളും കുടുംബാംഗങ്ങളും ആമേൻ അത് ശ്രേഷ്ഠമെന്നെണ്ണി നന്നായി ജീവിപ്പാൻ കൃപ തരണമേ. കർത്താവെ, താൻ തിരുസന്നിധിയിൽ കടന്നു വന്ന ശേഷം ഈ ശരീരം മണ്ണിൽ നിന്ന് എടുത്തിരിക്കിയാൽ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള തിരുവചനം പോലെ ഇപ്പോൾ ഞങ്ങൾ ഈ മണ്ണിൽ നല്ലടക്കം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ വരവിൻ്റെ നാൾ വരെ സ്വർഗീയ സംരക്ഷണം ഉണ്ടാകട്ടെ. ഈ പേരിൽ ഒരു പൈശാചിക ശക്തികളും വ്യക്തികളിലോ കുടുംബത്തിലോ ദേശത്തിലോ വിഘടിക്കാതെ വണ്ണം യേശുവിൻ നാമത്തിൽ ഞാൻ അവയെ ബന്ധിക്കുകയാണ്. കർത്താവെ, തുടർന്ന് അവൻ തൻ്റെ വേദനയുടെ വേളകളിൽ താൻ രോഗിയായത് മുതൽ അവൻ തന്നെ ശുശ്രൂഷിച്ച് തൻ്റെ ശരീരം നാട്ടിലെത്തിക്കും വരെ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട ഒരു വലിയ ടീമുണ്ടല്ലോ, ബാബു, ആ ടീം, അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവർക്കും ദിവ്യ സമാധാനവും പ്രതിഫലവും കൊടുത്ത് മാനിക്കണമേ. വേർപാടിൻ്റെ വേദനയോടിരിക്കുന്ന ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുത്ത ധൈര്യത്തിനായി സ്തോത്രം. ആമേൻ. നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി സ്തോത്രം. 2 മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദിവ്യ സമാധാനത്തെ നൽകണമേ. ഈ വാർത്ത കേട്ടുടനെ ഓടി വന്ന് സഹകരിച്ച ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്തോത്രം. ബന്ധുമിത്രാദികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ യാത്രകളിൽ കൃപ കൂടുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ശുശ്രൂഷ ഇത്രയും മനോഹരമായി നിർവഹിപ്പാൻ ഇടയാക്കിയ ദൈവത്തിന് സ്തോത്രം. സമസ്തവും തൃക്കരങ്ങളിൽ തരുന്നു. നാമം മഹത്വപ്പെടട്ടെ. മാനവും പുകഴ്ച അങ്ങ് തന്നെ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ആമേൻ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വേർപാടിന്റെ വേദനയോടിരിക്കുക സകലരോടും ഇവിടെ വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ മണ്ണപ്പൂ ഇടുന്നവർക്ക്